വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പ്രസ്ഥാന മേഖലയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ പ്രസംഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജില്ലയിൽ ആറ്റിപ്പുഴ വില്ലേജിലെ പെട്രോൾ പാർക്കിന് സമീപം ഒരു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുവാനാണ് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. വേലപ്പൻ എന്ന് പറയുന്ന ഇദ്ദേഹം അന്നേറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം 82 വർഷമായി കൈവശം വെച്ച് കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്ന ഭൂമി ഈ കഴിഞ്ഞ 2023 ശരിക്കും പറഞ്ഞ 27/4/2023 ഒരു ഭൂമാഫിയ സംഘം 3 പേരുടെ പേരിൽ പ്രമാണം ചെയ്തെടുത്തുകൊണ്ട് ആ ഭൂമി കയ്യേറുവാൻ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞു. ഗുണ്ടകളുടെയും സപ്പോർട്ടോടുകൂടി ആ ഭൂമി കൈയടക്കുവാനുള്ള പരിശ്രമം നടന്നുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും 3 പ്രാവശ്യമായി ഇവർക്ക് അനുകൂലമായി വിധി വന്നിട്ടും ആ വിധി നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ തയ്യാറായിട്ടില്ല. ഏറ്റവും അവസാനം ആ വിധിയെ ഒന്ന് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർക്കും അനുഭവിക്കേണ്ട ഈ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളത് കൂടെ ഉദ്ദേശമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തെല്ലാം ഫാബ്രിക്കേഷനാണ്. ഡോക്യുമെന്റ്സ് മുഴുവനും റവന്യൂ വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ, താലൂക്ക് ഉദ്യോഗസ്ഥന്മാർ, RDO ഉൾപ്പെടെയുള്ള ആളുകളുടെ തിരിമറി ഇതിൽ നടന്നിട്ടുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ജില്ലയിൽ വ്യാപകമായി പട്ടികജാതിക്കാരുടെ കയ്യിലിരിക്കുന്ന ഭൂമി ഗുണ്ടകളെയും പണമുള്ള ആളുകളെയൊക്കെ കൊണ്ടുപയോഗിച്ച് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് കൈക്കലാക്കാനുള്ള പരിശ്രമം നടത്തി. ഇത് ശരിക്കും വാർത്താ മാധ്യമങ്ങളുടെയും പ്രിന്റ് മീഡിയയുടെ ആയാലും വിഷ്വൽ മീഡിയയുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് അനിവാര്യമാണ്. KPMC വിഷയം ഏറ്റെടുക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമ പോരാട്ടത്തോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ കൂടി തയ്യാറെടുക്കുകയാണ്. അതിന് മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അദ്ദേഹത്തിന് 1942 അദ്ദേഹത്തിന്റെ അച്ഛൻ വിലക്ക് വാങ്ങിയ ഭൂമി, അതിന്റെ പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്, മുൻ പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് ഭാഗപത്രം ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഭാഗവതത്തിന് ശേഷം അവർ പോക്കരുത് പട്ടയം പിടിച്ച് കരമടച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ്. അങ്ങനെ കരമടച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ് വഞ്ചിയിലുള്ള ഒരു വനിത, അവരും അവരുടെ മകനും കൂടി ചേർന്ന് ഇത്തരത്തിൽ തിരിമറി നടത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് വേറെ കണക്കാണൊന്നുമില്ല. അവരുടെ അച്ഛൻ അമ്മ ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ ആ ഭൂമിയിലാണ് അടക്കം ചെയ്തത്. ആ ഭൂമി ടെക്നോ പാർക്കിന് സമീപമാണ്. ഏകദേശം ഒരു സെന്റിന് 8 ലക്ഷം രൂപ വില വധിക്കുന്ന ഭൂമിയാണ് 2 ലക്ഷം രൂപയ്ക്ക് തിരിമറി നടത്തി 1,42,00,000 രൂപയ്ക്കാണ് ആ ഭൂമി ഇപ്പോൾ കച്ചവടം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് സമീപത്തായി നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട വാർത്താ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹായം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഇതിന്റെ എല്ലാവിധ ഡോക്യുമെന്റ്സും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. ഇതെല്ലാം വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിനകത്ത് ഏതുവിധ തെറ്റുകുറ്റങ്ങളും അവരുടെ ഭാഗത്തില്ല. അവർക്ക് നീതി ലഭ്യമാകണം. അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം. KPMC കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് KPMC സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ചാലക്കുടി ഗോപി, അതോടൊപ്പം തന്നെ ഉമർ, ജില്ലാ സെക്രട്ടറി, ജില്ലയുടെ എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളാണ് പങ്കെടുക്കുന്നത്. ഞങ്ങള് കേരള പുതിയ മഹാസഭയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഭാരവാഹി. വളരെ സങ്കടകരമായിട്ട് എന്റെ ബഹുമാനപ്പെട്ട മാധ്യമക്കാരോട് പറയുന്നു, കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലുള്ള പട്ടികജാതിക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുകയാണ്. കാരണം അവരുടെ ഭൂമി യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തട്ടിയെടുക്കുന്ന ഒരു ലോബി, അത് ഗുണ്ടായുധത്തിൽ കൂടിയായിരുന്നാലും
മറ്റ് ഏത് തരത്തിലായിരുന്നാലും ഇങ്ങനെ എടുക്കുന്ന ഒരു രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ ഭൂമി, അതായത് ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുക്കുന്നത് കളക്ടറേറ്റിലാണ്. കളക്ടറേറ്റിൽ പരാതി കൊടുത്താൽ കളക്ടർ സാധാരണക്കാരന്റെ പരാതി പരിശോധിക്കാറില്ല. അത് നേരെ താലൂക്കിലേക്ക് വിടുന്നു. താലൂക്കിൽ വിടുമ്പോൾ തഹസീൽദാരാണ് അത് പരിശോധിക്കേണ്ടത്. എന്നാൽ തഹസീൽദാർ അത് പരിശോധിക്കാതെ ഡെപ്യൂട്ടി തഹസീൽദാർക്കും അതുപോലുള്ള കീഴുദ്യോഗസ്ഥന്മാർക്കും വിടുന്നു. അവരെ ഈ വസ്തുവിന്റെ യഥാർത്ഥ അവകാശികളല്ലാത്തവർ കാണുകയും ലക്ഷങ്ങൾ കോഴ വാങ്ങിച്ചുകൊണ്ട് വ്യാജ നമ്പറുകളിട്ട്, തണ്ടപ്പേർ നമ്പറുകളിട്ട്, അതായത് 2016 കരം അടച്ചയാള് 17 കരമടയ്ക്കാനായിട്ട് ഒരു പട്ടികജാതിക്കാരൻ ചെല്ലുമ്പോൾ അവന് ഭൂമിയില്ലാത്ത ഒരു അവസ്ഥ വരികയാണ്. ഇത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 100 കണക്കിന് പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ സ്ഥലം ഇങ്ങനെ സവർണരായ ആളുകൾ കട്ടുമുടിച്ചു കൊണ്ടിരിക്കുകയാണ്. പണമില്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ പട്ടികജാതിക്കാരൻ മാത്രമല്ല സാധാരണക്കാരനായ എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിലും ഇതൊരു വളരെ വേദനാജനകമാണ്. വളരെ തിരുവനന്തപുരം താലൂക്കിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുകയാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പാവപ്പെട്ടവന്റെ ഭൂമി മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകുന്നു. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ മാധ്യമ സഹോദരങ്ങൾ ഇതിന് ശക്തമായ രീതിയിൽ ഒരു സഹകരണം ഏറ്റുകൊണ്ട് ഇത്തരത്തിലുള്ള നീചപ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുവാൻ ഞാൻ വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജില്ലയിൽ ആകമാനം ഞങ്ങളുടെയൊക്കെ വസ്തുക്കൾ ഭൂമാഫിയകളും ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഇത് വളരെ സ്പഷ്ടമായിട്ട് എല്ലാ ഡോക്യുമെന്റ്സോടു കൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത്. ഇത് നിയമപരമായിട്ട് ഞങ്ങൾ പോകേണ്ട മേഖലകളിലെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട്, ഒരു മാനുഷികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾക്കിതിൽ കിട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ ഈ നിയമപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടി വിജയിപ്പിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഞങ്ങൾ സംഘടനാപരമായിട്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു സമര പരമ്പര ഇതിനകത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വസ്തുക്കൾ ഭരണസ്വാധീനം ഉപയോഗിച്ച്, ഗുണ്ടാസ്വാധീനം ഉപയോഗിച്ച് തട്ടിയെടുക്കുന്ന ഈ മാഫിയക്കെതിരെ സംഘടിതമായിട്ടുള്ള ഒരു ജനമനസ്സ് ഞങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടി പരിപൂർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നത് ഭരണക്കാരെയോ ജുഡീഷ്യറിയോ അല്ല. ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റിന്റെ ആണ്, നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണം ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായി ഈ പാവപ്പെട്ട ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനെതിരെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു മൂല്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങളൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.